പ്രൊഫസർ എ ജി ജോർജ് കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ എ ജി ജോർജ്, നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങനെ കളം നിറയുമ്പോൾ ഇപ്പോഴിതാ വീണ് കിട്ടിയ ഒരു അവസരമായി പെരുന്നാൾ അവധിയും രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുകയാണ്. ഇതിൽ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ വൈകിയ വേളയിൽ സർക്കാർ അവധി നൽകിയതെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ വർഗീയ വിഷം ചീറ്റുകയാണെന്ന് LDF പറയുന്നു. എങ്ങനെയാണ് ഈ ഒരു അവധി പോലും ഈ ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്നതിനോട് എന്താണ് താങ്കളുടെ പ്രതികരണം? ഏത് ചെറിയ കാര്യവും കൈകാര്യം ചെയ്ത് വഷളാക്കാൻ പ്രാഗൽഭ്യമുള്ളവരാണ് രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രണ്ട് മന്ത്രിമാരും. പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസവും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാതിരാത്രിക്ക് അവധി ഒന്ന് ഇല്ല എന്ന് പറയുന്നു, അല്പം കഴിയുമ്പോൾ അവധി ഉണ്ടെന്ന് പറയുന്നു. ഈ ബക്രീദ് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള പെരുന്നാൾ ദിവസങ്ങൾ ഇന്നും ഇന്നലെ ഉണ്ടായതല്ലല്ലോ. ഇവിടെ മുൻകാലങ്ങളിലും വിദ്യാഭ്യാസ മന്ത്രിമാർ എല്ലാ സമുദായത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു. സാധാരണയായി ഉള്ള ഒരു കീഴ്വഴക്കം അനുസരിച്ച് മുസ്ലിം സമുദായങ്ങളുടെ പെരുന്നാൾ വരുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു ദിവസം കൂടി അവധി കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒന്നുകിൽ തലേ ദിവസം, അത് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ് ഈ പിറവി കാണുക എന്നൊക്കെ പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഞങ്ങളൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ 4 ദശാബ്ദക്കാലം പ്രവർത്തിച്ചവരാണ്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് അവർക്കൊരു ദിവസം അവധി തലേ ദിവസമോ അല്ലെങ്കിൽ നേരത്തെ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെടുത്തി ഒരു ദിവസം കൂടെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. അത് തന്നെ ഈ പ്രാവശ്യവും ചെയ്യേണ്ടതായിരുന്നു. ഒന്നാമത് നേരത്തെ തന്നെ അവർ ഇന്ന് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചതാണ് കലണ്ടർ പ്രകാരം. അപ്പോഴാണ് ഈ പിറന്നാളിന്റെ ദിവസത്തെ സംബന്ധിച്ച് നേരിയ വ്യത്യാസമുണ്ടായത്. അതിന്റെ ഫലമായിട്ട് അവർ അവധി മാറ്റി പ്രഖ്യാപിച്ചിട്ട് 6-ാം തീയതി പ്രവൃത്തി ദിവസമാകുമെന്നും ഇന്ന് പ്രവൃത്തി ദിവസമാണെന്നും നാളെ എല്ലാവർക്കും അവധിയാണെന്നും ആദ്യം പ്രഖ്യാപിച്ചിട്ട് രാത്രി 8:30 മണിക്ക് ശേഷമാണ് പറയുന്നത് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രം അവധി ഉണ്ടായിരിക്കും, ഓഫീസുകൾ സാധാരണ പോലെ പ്രവർത്തിക്കും, എല്ലാവർക്കുമുള്ള അവധി നാളെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭേദഗതി വരുത്തുന്നത്. ഇതൊക്കെ എത്ര ലളിതമായും നിസ്സാരമായും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കീഴ്വഴക്കം അറിയാമായിരുന്നെങ്കിൽ ഈ മന്ത്രിമാർക്കല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഇരുന്നിട്ടുള്ള ആളുകളോട് ചോദിച്ചെങ്കിലും മനസ്സിലാക്കേണ്ടതായിരുന്നു. യാതൊരു പിടിപ്പും പ്രാഗൽഭ്യവും കഴിവും ഭരണപരമായിട്ടുള്ള എന്തെങ്കിലും തന്നെ വിവരവും ഇല്ലാത്ത ആളുകളാണ് ഈ ഭരണരംഗത്തിരിക്കുന്നത് എന്നുള്ളത് സങ്കടകരമാണ്. പക്ഷെ അത് ഇപ്പോൾ അതിന് പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് അതിന് പ്രാധാന്യം ഏറിയിരിക്കുന്നു. ഇത് മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഒരു ഭാഗം പറയുന്നു, മറ്റൊരു ഭാഗം പറയുന്നത് ഇത് വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്നതായിട്ടുള്ള ഒരു പ്രചരണമാണ് എന്ന് പറയുന്നു. ആ തരത്തിലേക്കൊന്നും ഇതിനെ വലുതാക്കി കാണേണ്ടതായിട്ടില്ല. ഇവിടെ ചെയ്യേണ്ടതായ ഒരു കാര്യം തക്ക സമയത്ത് ചെയ്യാത്തതിന്റെ കുറ്റം എന്തായാലും അവർ ഏറ്റെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഇടതുപക്ഷ സർക്കാർ അതിന് ഉത്തരവാദിത്വം പറഞ്ഞെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഇപ്പോൾ ഈ രണ്ട് കൂട്ടരും, ഈ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ 3ഉം 4ഉം സ്ഥാനാർത്ഥികളാണെങ്കിലും ആത്യന്തികമായി സത്യസന്ധമായി നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവരും അവരവരുടേതായ കയ്യിലുള്ള തുറുപ്പ് ചീട്ടുകൾ ജാതീയമായി പ്രയോഗിക്കുന്നവരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആവശ്യമുള്ളിടത്ത് വർഗീയത പറയുന്നതിന് ഇടതുപക്ഷവും ഒട്ടും മോശമുള്ളവരല്ല. അവർക്കൊന്നും വലിയ ഈ ഹരിചന്ദ്രന്റെ കൂടെ സത്യസന്ധരാണെന്ന് അവകാശപ്പെടാൻ യാതൊന്നുമില്ല. അവരും ഒരു സമയത്തൊക്കെ നമുക്കറിയാം SDP-യോടും ജമാഅത്ത് ഇസ്ലാമിയോടും അബ്ദുൽ നാസർ മദനിയോടും ഒക്കെ ചങ്ങാത്തം കൂടിയ ചരിത്രം ഉണ്ടാവുമെന്ന് ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷമാണെങ്കിലും ശരി, വലതുപക്ഷമാണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, വർഗീയ പ്രീണനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാനപരമായി എല്ലാവരും പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് ആർക്കും ഞങ്ങൾ വർഗീയ പ്രീണനത്തിനല്ല ശ്രമിക്കുന്നത്, ഞങ്ങൾ മതേതരവാദികളാണ് എന്നൊക്കെ പറയുന്നത് വെറും പൊള്ളയാണ് എന്നത് പലവട്ടം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഇപ്പോ 10 വോട്ട് കൂടുതൽ കിട്ടും, 10 വോട്ട് കുറഞ്ഞു പോകുമെന്നൊന്നും കരുതേണ്ട ആവശ്യമില്ല. ഇത് ഒരു നോട്ടപ്പശ കൊണ്ട് സംഭവിച്ചതാണെന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ആ നോട്ടപ്പശകിന്റെ ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാർ ഏറ്റെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. അത് മുസ്ലിം സമുദായത്തിന്റെ വികാരങ്ങളെ എവിടെയെങ്കിലും പോറൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവർ സമാധാനം പറയേണ്ടി വരും, അല്ലെങ്കിൽ സമുദായം അതിന് മറുപടി കൊടുക്കും എന്ന് പറയുന്നതിനകത്ത് ഒട്ടും അധികപ്പറ്റില്ല. ഇത് നേരെ ചൊവ്വേ ചെയ്തിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള ഒരു വിഷയം തന്നെ ഇപ്പോൾ ചർച്ചയ്ക്ക് വരികയില്ലായിരുന്നു. അതുകൊണ്ട് പിടിപ്പുകേടിന്റെയും കാര്യക്ഷമതയില്ലായ്മയുടെയും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. ഇത് 2 ദിവസം കഴിയുമ്പോൾ ഈ ചർച്ച കെട്ടടങ്ങും. കാരണം ഇന്നിപ്പോ അവധിയായി കഴിഞ്ഞു. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ളത് അടഞ്ഞു കിടക്കുകയാണ്. ആ പ്രശ്നം അവിടെ തീർന്നു. ഓഫീസുകൾക്ക് നാളെ അവധി കൊടുക്കുന്നു. നേരത്തെ പ്രഖ്യാപിച്ച ഇന്നത്തെ അവധി
നാളേക്ക് മാറ്റുന്നു. കഴിഞ്ഞു. തിങ്കളാഴ്ച ആകുമ്പോഴത്തേനും ഞായറാഴ്ച ആകുമ്പോഴത്തേനും ഈ പ്രശ്നമൊക്കെ അസ്തമിക്കും. പിന്നെ പ്രചരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കിട്ടുന്ന എല്ലാ ആയുധങ്ങളും എടുത്ത് രണ്ട് കക്ഷികളും എതിർ കക്ഷികളും പ്രയോഗിക്കുമെന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു സാധാരണ പ്രചാരണ തന്ത്രമാണ്. അതിനപ്പുറം ഈ വിഷയത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ പേരിൽ വോട്ടുകൾ കൂടും കുറയും എന്നൊക്കെ പറയുന്നത് വളരെ ദുർബലവും ബാലിഷ്യവുമായിട്ടുള്ള വാദമാണ്. പക്ഷേ ഇത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതിരുന്നതിന്റെ അപരാധം, അതിനുള്ള ശിക്ഷ അവർ ഏതായാലും ഏൽക്കേണ്ടതായിട്ട് വരും. ഒരു വിഭാഗം മുസ്ലിങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് 2 ദിവസം അവധി കൊടുക്കണമെന്ന്. അന്നേരമൊക്കെ അത് തിരസ്കരിച്ച് മുഖ്യമന്ത്രി ഇവിടെ ഇല്ലായിരുന്നു, ഡൽഹിയിലായിരുന്നു, മുഖ്യമന്ത്രി വരട്ടെ എന്നൊക്കെ പറഞ്ഞാണ് കാര്യങ്ങൾ മാറ്റിയത്. ഇതിനൊന്നും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ആവശ്യമില്ല. സമയക്കുറവ് മൂലം ഇടപെടുകയാണ്.